നമുക്ക് എല്ലാവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഒരു ബാങ്ക് ജോലി നേടിയെടുക്കണം അല്ലേ? എന്നിട്ട് ലൈഫൊക്കെ സെറ്റാക്കി മുന്നോട്ടുള്ള കാലം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം കിട്ടി സുഖമായിട്ട് ലീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് എക്സാമിന് പഠിക്കുന്ന എല്ലാ കുട്ടികളും എപ്പോഴും എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2023, 2023-24 കാലഘട്ടത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അച്ചീവേഴ്സ് എങ്ങനെയാണ് അവർ ആ ടാർഗറ്റ്, അവരുടെ ആ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് നമ്മുടെ എൻട്രി. അപ്പോൾ എൻട്രിയിലെ ബാങ്ക് ഗോൾഡ് ബാച്ച്, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു കുട്ടി നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ IBPS PO, SBI PO തുടങ്ങി ഓഫീസർ പോസ്റ്റുകളിലേക്കെല്ലാം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൂടാതെ ചില പോസ്റ്റുകളിലേക്ക് ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട്. അപ്പോൾ സിലബസ് ഒന്നും അറിയാത്ത ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവർ ചെയ്ത് സിലബസ് ഫുള്ള് കവർ ചെയ്ത് ഇൻ്റർവ്യൂ കോച്ചിങ്ങും അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷനുള്ള കോച്ചിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഗോൾഡ് ബാച്ചിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് പുറത്തേക്ക് പോവുക. അതിന് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫുൾ ടൈം മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ്, റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാനാണ്. എങ്ങനെ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താം എന്നതിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും പോകുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കിംഗ് റിപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വീക്ക്നെസ് എവിടെയാണെന്ന് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അതിനുള്ള കോച്ചിങ്ങും കൂടിയും തന്നിട്ടാണ് ഇവിടെ കണ്ടോ, വീക്ക്നെസ് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ്. അതുവരെ ഇമ്പ്രൂവ് ചെയ്ത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിക്കും. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ചാണ് നമ്മളുടെ ഗോൾഡ് ബാച്ച്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഡൗട്ടുകളുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത്, നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ എക്സാമിൻ്റെ പാറ്റേൺ, അതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു കൗൺസിലിംഗ് ടീമുണ്ട്. ആ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7736122215 ആണ്. നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ കുറിച്ചുള്ള പേടി, ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, സിലബസ്, അങ്ങനെ മക്കളെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. 7736122215 7736122215. ആ നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നമ്മളുടെ കൗൺസിലിംഗ് ടീമാണ്. അവർ നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും തരുന്നതായിരിക്കും. മറക്കണ്ട, എൻട്രിയിൽ മെയിൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് മെയിൻസിൻ്റെ ടോപ്പിക്കുകൾ, അതായത് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ വ്യത്യാസമുണ്ട്, കുറച്ച് ഡിഫറെൻ്റ് ആണ്, മെയിൻസിനുള്ള അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അതെല്ലാം ബേസ് ചെയ്ത് മെയിൻസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മളുടെ മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനെ കുറിച്ചോ, ചിലവർക്ക് പ്രിലിംസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, മെയിൻസിനെ കുറിച്ചായിരിക്കും പേടി. അപ്പോൾ മെയിൻസിനെ കുറിച്ചുള്ള എക്സാമിനെ കുറിച്ചുള്ള പേടിയും, എക്സാം എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും മക്കൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചോ. നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും നമ്മളുടെ കൗൺസിലിംഗ് ടീം തരുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് സക്സസ്ഫുൾ ആവേണ്ടത്? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പം ഞാൻ എക്സാമിന് പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, അതല്ല ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കാർ ഓടിക്കാൻ പോവാം. ഒരു കാർ ഓടിക്കാനായിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാനുള്ള തിയറിയും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ നമ്മൾ എപ്പോഴും പറയും, നമ്മളൊരു വണ്ടി ഓടിക്കാനിരിക്കും, ആദ്യം തന്നെ നമ്മൾ എന്തറിയണം, ഒരു കാറാണെങ്കിലും എന്താണെങ്കിലും ആ വണ്ടിയുടെ ഒരു 4 വശങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഞാൻ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചാൽ വണ്ടി എവിടെ നിൽക്കും, ഇങ്ങോട്ട് തിരിച്ചാൽ വണ്ടി എവിടെ നിൽക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം,
മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ റോട്ടിൽ ഓടിച്ച് തന്നെ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രൈവിങ് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എന്തോരം തിയറി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ ആൻഡ് ദ സിലബസ്. നിങ്ങൾ ഒരുപാട് ബുക്കുകളൊക്കെ മേടിച്ച് വെക്കും വീട്ടിൽ. ഇത്ര കനത്തിൽ ബുക്കുകൾ ഉണ്ടാവും. റീസണിങ്ങിൻ്റെ ബുക്ക് ഉണ്ടാവും, QAയുടെ ബുക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഉണ്ടാവും, ജനറൽ അവെയർനെസ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാഗസിൻസും എല്ലാം നിങ്ങൾ മേടിച്ച് വെക്കും. എന്നിട്ട് ഒരുപാട് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് സിലബസ് മനസ്സിലാക്കണം, എക്സാം പാറ്റേൺ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾക്ക് ബാങ്ക് എക്സാംസ് നടത്തുന്നതെന്ന് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ബാങ്ക് എക്സാംസിന് പ്രധാനമായിട്ടും 2 എക്സാമാണുള്ളത്. ക്ലർക്കിനായാലും POക്കായാലും എന്താണ്, ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. ഇത് രണ്ടും ഇൻഡിവിജ്വൽ ടൈം ബേസ് ചെയ്ത് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് 10 മിനിറ്റ് കൊണ്ട് ആൻസർ കിട്ടിയിട്ട് ഇവിടെ നിന്ന് ആരും സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. നിങ്ങൾ 35 ക്വസ്റ്റ്യൻ, QAയുടെ കേസാണെങ്കിൽ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റിൽ സോൾവ് ചെയ്യണം പ്രിലിമിനറി എക്സാമിനേഷന്. ഇംഗ്ലീഷ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. സെയിം റീസണിങ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സാമിനെ കുറിച്ച് അറിയണം. എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ പറ്റുക, മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ എക്സാം പാറ്റേണും സിലബസും എന്താണെന്ന് എല്ലാവരും കറക്റ്റ് നല്ല തറവായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടലായിട്ടുള്ള നമ്മളുടെ സിലബസ് മനസ്സിലാക്കി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ്, ജനറൽ അവെയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. എത്ര ടോപ്പിക് ഉണ്ട്? 5 ടോപ്പിക് എന്തായാലും നമ്മൾ മെയിൻസിന് വേണ്ടിയും നമ്മൾ പഠിക്കണം. നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ സെറ്റ് ചെയ്യും, പ്രിലിമിനറി എക്സാം പാസ്സായിട്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അതൊരു സത്യമാണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളുടെ എക്സാമിനേഷൻ, അതായത് നോട്ടിഫിക്കേഷൻ വന്നു, 1 മാസം കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാം നടക്കും, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ മെയിൻസ് നടക്കും. മനസ്സിലാക്കണം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, മെയിൻസിനുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിൻ്റെയും പ്രിലിമിനറി എക്സാമിനേൻ്റെയും ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതേപോലെ എന്താണ് റീസണിങ്ങിൻ്റെയും ടോപ്പിക്കുകൾ സെയിം ആണ്. പഠിക്കേണ്ട സിലബസ് നിങ്ങൾ ബേസ് സിലബസ് കവർ ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്ന ടൈം വെച്ച് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് കോച്ചിങ് എന്തിനാണ് ആവശ്യം വരുന്നത്. മെയിൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ചെയ്ത് പഠിക്കണം. അത് എന്ത് ചെയ്യണം, ഒരുമിച്ച് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പഠനവും മെയിൻസിൻ്റെ പഠനവും ഒരേ ട്രാക്കിൽ പോകണം. അതിനുള്ള സമയം നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾക്ക് എന്താണ് പ്രധാനമായിട്ടുള്ള സിലബസ്, ഞാൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ റീസണിങ് കംപ്ലീറ്റ് ചെയ്യാം, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാം, അതേപോലെ എന്താണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്തു. കമ്പ്യൂട്ടർ നമ്മൾ വൺസ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, റിവൈസ് ചെയ്താൽ മതി. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ്, ജനറൽ അവെയർനെസ് ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാ ദിവസവും കെടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് എഴുതി വയ്ക്കുക. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നമുക്ക് ഏകദേശം ഒരു ബാക്കിലേക്ക്, ഇന്നാണ് എക്സാമെങ്കിൽ ഇതിന് പിന്നിലേക്ക് ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ എന്നാണ് മെയിൻസ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി എഴുതി വയ്ക്കുക. ഒരു 10 മണി ഒരു 10:30 സമയത്ത് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് അതൊന്ന് വായിച്ച് നോക്കുക. വീക്ക്ലി വൺസ് ആ ആഴ്ചയിലെ 7 ദിവസത്തെയും ഒന്ന് വായിച്ച് നോക്കുക. 1 മാസം കഴിയുമ്പോൾ 1 മാസത്തെ ഒന്ന് റീഡ് ചെയ്ത് റിവൈസ് ചെയ്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കത് നമ്മളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അത് ഫീഡ് ചെയ്തോളും. അതിനുശേഷം എക്സാമിന് 1 ആഴ്ച മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, 6 മാസത്തെയും
പ്രധാനമായിട്ടും ലാസ്റ്റത്തെ ഒരു 4 മാസമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ആ 4 മാസത്തിൽ നമ്മൾ തറവായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കാം. അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ കമ്പ്യൂട്ടറും ജനറൽ അവയർനെസ്സിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. ദെൻ നമ്മൾ റീസണിങ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഇംഗ്ലീഷ് ആയാലും നമുക്ക് ആദ്യം നമ്മളൊക്കെ സിലബസ് പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം കുറേ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുക. പസിൽസ് ആയിക്കോട്ടെ ഇത്ര സമയത്തിൽ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇത്ര സമയത്തിൽ, അരിത്തമെറ്റിക് പ്രോബ്ലം ഇത്ര സമയത്തിൽ, എല്ലാം നമ്മൾ സെക്ഷൻ വൈസ് ക്യൂസുകൾ എടുത്ത് ചെയ്യുക. വിത്ത് ടൈം വെച്ച് ചെയ്ത് പഠിക്കുക. സെക്ഷൻ വൈസ് ക്യൂസസ് നമ്മൾ എന്ത് ചെയ്യാം, ടൈം വെച്ച് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അത്യാവശ്യം നല്ലൊരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം 2.5 മിനിറ്റിൽ സോൾവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് ക്ലോസ് ടെസ്റ്റ് നമ്മൾ കറക്റ്റ് ടൈമിന് ചെയ്തു. അത്യാവശ്യം നിങ്ങൾക്കൊരു ബോധ്യം വന്നിട്ടുണ്ടാവും, ഞാൻ അത്യാവശ്യം ടൈമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെന്ന്. ചിലപ്പോൾ നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് 5 മിനിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ 3 ചെയ്യാൻ പറ്റുള്ളൂ. പേടിക്കേണ്ട, അടുത്ത വട്ടം 4 ആക്കുക, 5 ആക്കുക, അങ്ങനെ എണ്ണം കൂട്ടി വരിക. എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അറിയാത്ത ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്ത് വിടുക. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ മോക്ക് ടെസ്റ്റ് വിത്ത് ടൈമർ. പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻ്റെ എന്താണ് കറക്റ്റ് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണോ നിങ്ങൾ എക്സാം ഹാളിലിരിക്കുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണായിക്കോട്ടെ സിസ്റ്റം ആയിക്കോട്ടെ അതിന് മുന്നിലിരുന്ന് കറക്റ്റ് ടൈം വെച്ച് വേറെ ഒരു എൻഗേജ്മെൻറ്റിലും പോവാതെ ഫോണൊക്കെ മാറ്റി വെച്ച് വേറെ കോളുകളൊന്നും വന്ന് പോസ് ചെയ്യാതെ കറക്റ്റ് 1 മണിക്കൂർ പ്രിലിമിനറി ആണെങ്കിൽ, മെയിൻസ് ആണെങ്കിൽ ആ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അനാലിസിസ് നടത്തുക. എവിടെയാണ് എൻ്റെ മാർക്ക് പോകുന്നത്, ഏത് പോയിന്റിലാണ് ഞാൻ വീക്ക്, കറക്റ്റ് രീതിയിലുള്ള അനാലിസിസ് എടുത്തതിന് ശേഷം പിന്നാക്കം പോകുന്ന ഭാഗം നമ്മൾ തന്നെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്ത് ആ ഭാഗത്തിന് എന്ത് ചെയ്യുക, പൊക്കിക്കൊണ്ടുവരിക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൈഡിലൂടെ റിവൈസ് ചെയ്ത് പോകണം. എന്നാലാണ് നമുക്ക് IBPS എങ്ങനെയാണ് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതും നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ ഒപ്പം ചെയ്യേണ്ടത് എന്താ, പ്രിലിമിനറിയുടെ പഠനവും മെയിൻസിൻ്റെ പഠനവും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഹൗ ടു ടേക്ക് എ നെക്സ്റ്റ് ലെവൽ. നിങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് അടുത്ത ഒരു ലെവലിലേക്ക്, ഇപ്പോൾ സാധാരണ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നത് ഒരേ മാർക്കാണ്. അവനും എല്ലാം അറിയാം, നിങ്ങൾക്കും എല്ലാം അറിയാം. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള വേറൊരുത്തൻ നിങ്ങളെക്കാൾ 10 മാർക്ക് കൂടുതൽ മേടിക്കുന്നുണ്ട്. ഹൗ, എങ്ങനെയാണ്? പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. നിങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ട് ആ കുട്ടി ഇടുന്നത് കൊണ്ടാണ് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് അവന് അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. വേറെ ഒരു എന്തുമില്ല, ഈസി ട്രിക്കുമില്ല. ചെയ്ത് തന്നെ പഠിക്കുക. യൂസ് ആൻഡ് ത്രോ പെന്നൊക്കെ 2 ദിവസത്തിന് എടുത്ത് കളയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സ്റ്റേഷനറി കടകളിലൊക്കെ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ ബണ്ടിലായിട്ടുള്ള പേപ്പറുകൾ കിട്ടും, അതിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ ബുക്കുകളൊക്കെ ഇങ്ങനെ കഴിയണം, ആ രീതിയിൽ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഇപ്പം ചെയ്യുമ്പോൾ ചിലവർക്കൊക്കെ കൈയൊക്കെ കഴയ്ക്കും, അതൊക്കെ മാറണം. നിങ്ങളുടെ മനസ്സെത്തുന്നിടത്ത് നിങ്ങളുടെ കൈ എത്തണം. ആ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പുതിയ ക്വസ്റ്റ്യൻസ്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. അതൊരു എന്താക്കുക, ഒരു നിങ്ങളുടെ ഒരു പാഷനാക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വരുന്ന കൊല്ലം നിങ്ങളുടേതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളെ തേടി വരും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഹിസ്റ്ററി അല്ലേ. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, നമ്മളിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇടേണ്ട എഫേർട്ട് നമ്മൾ എന്തായാലും ഇട്ടിരിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചോ, മെയിൻസ് എക്സാംസിന് എങ്ങനെയാണ്, നിങ്ങൾക്ക് പേടിയ കാര്യങ്ങൾ, എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഭയം,
അതേപോലെ ഇനി അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് എന്നാണ് വരിക, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ് ഈ എടുക്കുന്നത്. 7736122215 എന്നുള്ള നമ്പർ നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തരും. അപ്പം നമ്പർ മറക്കണ്ട, 7736122215 ആണ്. അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ആ നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് വിളിക്കുക, നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തരും. മറക്കണ്ട, മെയിൻസ് എക്സാമിൻ്റെ കാലഘട്ടമാണ് മുന്നിൽ. മെയിൻസിന് വേണ്ടി മാത്രം നമുക്ക് കോച്ചിങ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൗൺസിലിംഗ് ടീമാണ്. മെയിൻസും പ്രിലിംസും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും, പറഞ്ഞു തരും. അപ്പോൾ ഒട്ടും വൈകണ്ട, എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഈ വരുന്ന കൊല്ലം നിങ്ങളുടേത് തന്നെയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.